കേരളത്തിലിപ്പോൾ ഏറ്റവും വിവാദമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മന്ത്രിയായിട്ടുള്ള ബിന്ദു കൃഷ്ണ ചെന്ന് വെള്ളാപ്പള്ളി നടേശനെ കാണുകയും അവരുടെ തലയിൽ കൈവച്ച് വെള്ളാപ്പള്ളി അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു ചിത്രം കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. രഹസ്യമായിട്ടൊക്കെ മിക്ക നേതാക്കളിൽ നിന്ന് കാണാറുള്ളതാണ്. ഞാൻ തന്നെ ഒരു തവണ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ച് അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു MLA, അത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു MLA വന്നിട്ട് നേരെ ഒരു ഫോട്ടോയുമായി വന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അദ്ദേഹം വെയിറ്റ് ചെയ്യല്ലേ, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തുകയും പിന്നെ എന്നെ കണ്ടതിന് ശേഷം വീണ്ടും 1 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണാനൊക്കെ തയ്യാറായത്. അപ്പം വെള്ളാപ്പള്ളിയുടെ ഒരു ഛായാചിത്രമൊക്കെ വരച്ച് അദ്ദേഹം കൊണ്ടുവന്ന് സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ആളുകളൊക്കെ കാണാൻ പറയാറുണ്ട്. പക്ഷെ അവരൊന്നും പലപ്പോഴും ഈ പുറമേ ഇത് പ്രകടിപ്പിക്കാറില്ല. പക്ഷെ ബിന്ദു കൃഷ്ണ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ തന്നെ ഫേസ്ബുക്കിലിട്ടു. ആ ഇട്ടതിൻ്റെ പിന്നിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം വെള്ളാപ്പള്ളി ബിന്ദു കൃഷ്ണ ആദ്യമായിട്ടാണ് MLA ആകുന്നത്. അപ്പോൾ അവരുടെ ഭാഗ്യത്തിന് അവർ ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. നേരത്തെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, അങ്ങനെ ജയിച്ച് MLA ആകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ MLA ആയപ്പോൾ തന്നെ അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും കൂടി കിട്ടി. അപ്പോൾ ആ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈഴവർ മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ് ശിവഗിരി മഠത്തിൽ നിന്നൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത്തരത്തിലൊരു ഈഴവ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കോൺഗ്രസിനറിയാം. അതുകൊണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആകെ കെ ബാബുവിന് മാത്രമാണ് അത്തരത്തിലൊരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 3 പേർ കൂടി പ്രാതിനിധ്യം കൊടുത്തു. ആകെ 8 പേരാണ് UDF നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 3 പേർക്ക് പ്രാതിനിധ്യം കൊടുത്തതിൽ ഒന്ന് OJ ജനേഷാണ്, രണ്ടാമത്തേത് നമുക്കെല്ലാം പറയുന്ന പ്രിയങ്കരനായിട്ടുള്ള M ലിജു ആണ്, മൂന്നാമത്തേത് ബിന്ദു കൃഷ്ണയാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണ അതിൻ്റെ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടി ഒരു സമുദായ നേതാവ്, SNDPയുടെ സെക്രട്ടറി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തോട് ഒരു അനുഗ്രഹം മേടിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വലിയ കലാപം ഉണ്ടായിരിക്കുകയാണ്. ആ കലാപം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് VR അനൂപ് എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരു നേതാവാണ് അതിനെ എതിർത്തിട്ടുള്ളത്. ആ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം അതിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളാണ്. അത് VD സതീശനടക്കം പന്നൻ എന്ന് വിളിച്ചിരുന്നു. പക്ഷെ അതിലുള്ള ഖേദമല്ല അവർ പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ VR അനൂപിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ VD സതീശൻ മന്ത്രിസഭ അത്ര ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നതിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തത് VD സതീശനെതിരെയുള്ള ഒരു അറ്റാക്ക് കൂടിയാണത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിലപാട്, വലിയ നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ആൾക്ക് നിലപാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി അംഗങ്ങൾക്ക് നിലപാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പലപ്പോഴും ഈ മുസ്ലിം ലീഗിനെ കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുസ്ലിം ലീഗ് നമുക്കറിയാം, മുസ്ലിം ലീഗിനെതിരെ അതിനിശ്ചിതമായിട്ടുള്ള കുറച്ച് അതിന് കടന്നിട്ടുള്ളതായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം നിലമ്പൂർ നടത്തിയ പ്രസ്താവനയോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ റഹീസ് റഷീദിനെതിരെ തീവ്രവാദി എന്ന് വിളിച്ചോ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗ് വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊക്കെ തെറ്റുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ഇതൊരു വലിയ വിഷയമായി കോൺഗ്രസ്സുകാർ, CPMകാരോ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ഒരു വിമർശനമായി ഉന്നയിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് കോൺഗ്രസ്സുകാർ തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരാൾ ഇതിൽ വിമർശനം ഉന്നയിച്ചേക്കുന്നത് റിജിൽ മാക്കുറ്റിയാണ്. റിജിൽ മാക്കുറ്റിയൊക്കെ തന്നെ കെ സുധാകരൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മന്ത്രിമാർ ചെന്ന് തിണ്ടനിറങ്ങുന്നതിനെ വിമർശിക്കുകയാണ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് അത് വെള്ളാപ്പള്ളി ആയതുകൊണ്ട് കൂടിയാണ്. കാരണം റിജിൽ മാക്കുറ്റീനെ സംബന്ധിച്ചും ഇനി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ വലിയ സപ്പോർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരത്ര ശക്തമായിട്ട് എതിർത്തേക്കുന്നത്. ഇനി ഇത് കാണാതെ അറിയാതെ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതെടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ വലിയ വിഷയമായി കോൺഗ്രസ് ഒക്കെ ഉയർത്തുമ്പോൾ കോൺഗ്രസിൻ്റെ മണ്ടത്തരം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നതിന് മുമ്പ് സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം SNDPയുടെ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾ വിമർശിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ വിമർശനം അതിൽ കടന്നു പോയാലുള്ള കുഴപ്പം SNDPയുടെ ഒരു നേതാവിനെ പോയി കാണുമ്പോഴും സുകുമാരൻ നായരെ പോയി കാണുമ്പോഴും മാത്രമല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. പകരം പാണക്കാട് തങ്ങളെയോ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്, അതുകൊണ്ട് പോയി കാണുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു ആരോപണവും അങ്ങനെയുള്ളൊരു ഈ പറയുന്ന പോലെ പ്രചരണവും കൂടെ നടക്കും. പാണക്കാട് തങ്ങൾമാരെയോ അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരെയോ ഒന്നും കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതിൽ മാത്രം എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് ചോദിക്കാനുള്ള ഒരു അവസരമായി ഇത് BJPയും സംഘപരിവാറും ഒക്കെ ഉപയോഗിക്കും എന്ന് വിചാരിക്കാനുള്ള ബോധം നിങ്ങൾക്ക് വേണ്ടേ. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിഷയമാക്കിയാലോ ഓക്കെ, ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊന്നും വിഷയമാക്കിയില്ല. കാരണം CPMO അല്ലെങ്കിൽ ഇപ്പോൾ BJP ഒന്നും ഇത് വിഷയമാക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിഷയമായി നിങ്ങൾ തന്നെ ഉന്നയിക്കുമ്പോൾ ഇവിടെ
ഇപ്പം തന്നെ ഏതാണ്ട് ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. UDF ഒക്കെ തന്നെ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണെന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണെന്നുള്ള വലിയ പ്രചരണം തന്നെ നിലവിലുണ്ട്. അതിൻ്റെ ഒപ്പം ഈ പറയുന്ന പോലെ അപ്പുറത്തെ സൈഡിലേക്ക് വെള്ളാപ്പള്ളിയൊക്കെ കൂടി നീക്കി നിർത്തുന്നതിന് മാത്രമേ ഇത് സഹായിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ബിഷപ്പുമാരെ കണ്ടും അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കളെ കണ്ടും അതുപോലെ മതപരമായ നേതാക്കളെ കണ്ടും ഒക്കെ നിരവധി പേർ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ചില ഈ പറയുന്ന പോലെ അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനകളും വാക്കുകളൊക്കെ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയെ ചെന്ന് VD സതീശനെ കണ്ടിട്ടുണ്ട്, ജന്മദിനത്തിൽ കണ്ടിട്ടുണ്ട്. അത് NDAയുടെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് കണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. രമേശ് ചെന്നിത്തലയെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യാപിതാവിൻ്റെ വീട്ടിൽ വെച്ച് ഇതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ മാത്രം ഇത്ര വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ നാച്ചുറലി ഇതിൻ്റെ പുറത്ത് വലിയ സംശയങ്ങൾ ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞ ഭിന്നത മറനീക്കി പുറത്തു വരാനും അതിൻ്റെ പുറത്ത് പ്രചരണം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അല്ലാതെ ഇതൊന്നും കോൺഗ്രസ്സുകാർ തന്നെ വലിയ പ്രശ്നമാക്കിയൊന്നും ഉന്നയിക്കേണ്ട. 82 വയസ്സുള്ള ഒരാളല്ലേ, അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയി. ആ തെറ്റായിപ്പോയതിനെ അന്ന് തന്നെ വിമർശിച്ചു. അതവിടെ കളയേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ തീവ്രമായിട്ടുള്ള വിഷയമാക്കിയൊന്നും ഉയർത്തിക്കാട്ടാനില്ല. മറ്റ് പല ആളുകളും ഈ സമസ്തയുടെ പല നേതാക്കന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെപ്പോലെ തന്നെ പല തീവ്ര പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെയൊന്നും പോയി കാണുകയോ അവർക്ക് കൈ കൊടുക്കുകയോ അവരുടെ ഈ പറഞ്ഞ കൈമുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും വലിയ വിഷയമാകുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രചരണം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കാനാണ് ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്തുകൾ സഹായിക്കുക. അത് കോൺഗ്രസിന് അങ്ങനെ തന്നെ വലിയ ദോഷകരമായി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടാതെ കേരളത്തെയും വളരെ ദോഷകരമായി ബാധിക്കും. കേരളത്തിലുള്ള വിഭാഗീയത കൂട്ടാനും മതപരമായിട്ടുള്ള പോളറൈസേഷൻ കൂട്ടാനും മാത്രമേ സഹായിക്കൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം.